റോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഈശ്വര ജസ്റ്റ് ആശാന്റെ വണ്ടിയും കൂടെ ഒന്ന് ഓടിച്ചേക്കാം അല്ലേ. നോക്കൂ ആരാ വന്നിരിക്കുന്നതെന്ന്. What's happening people, this is Kochimachan and welcome back to another vlog. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കണം നിങ്ങളുടെ അടുത്ത് ഒരു പഴയ കഥയുടെ, അത്ര പഴയതൊന്നുമല്ല. ഞങ്ങൾ ഒരു മോർണിംഗ് റൈഡ് ടു കോയമ്പത്തൂർ. ഞാനുണ്ട്, പിന്നെ നമ്മുടെ നൂറി താഴെ പോകാത്ത നമ്മുടെ ജഗത്തേട്ടൻ, റഫീഖ് ഭായ് ആൻഡ് നിരഞ്ജൻ. ഞങ്ങൾ 4 വണ്ടി. ഞാൻ നിഞ്ച 300 ഓടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഫുട്ടേജ് കുറച്ച് മോശമായി പോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നിഞ്ച 300 ഞങ്ങൾ 4 പേരെയും കൂടെ നേരെ വിട്ട് കോയമ്പത്തൂർക്ക്. വേറെ ഒന്നിനുമല്ല, നമ്മുടെ ആശാനും നമ്മുടെ കുക്കാമാൻ നമ്മുടെ ജോയും കോയമ്പത്തൂർക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്നാൽ ഇവിടുന്ന് കോയമ്പത്തൂർക്ക് വരാം. അപ്പോൾ ചെറിയൊരു മീറ്റപ്പ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഈ മീറ്റപ്പിന് പുറകെ വലിയൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പയ്യെ കാണും. ബട്ട് യെസ്, ഇന്നത്തെ റൈഡ് അപ്പോൾ നമുക്ക് നേരെ കോയമ്പത്തൂർക്കാണ്. അപ്പോൾ നമുക്ക് ഫുട്ടേജ് ആദ്യത്തെ കുറച്ച് കളഞ്ഞിട്ട് പിന്നെ മുതൽ നമുക്ക് ഫുട്ടേജും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് വിടാം. മഴ കാരണം ഞങ്ങൾ നിർത്തി. നിരഞ്ജൻ അവിടെ ഓടി നടക്കുക കേട്ടോ. ഫുൾ റെയിൻ ലൈനസ് ഒക്കെ ഇട്ട് ഞാനും അപ്പുറം ഇട്ട് ലോറും ഇട്ടു എല്ലാം ഇട്ടിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി മഴ കുറച്ച് കഴിയുമ്പോൾ കുറയും നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല മഴ കേട്ടോ, നല്ലതുണ്ടോ ബാക്ക് ഉണ്ടോ, സൂപ്പർ മഴ പെയ്യുന്നുണ്ട്, നല്ല സൂപ്പറായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു 70 കിലോമീറ്റർ കൂടെ ഉണ്ടാവും നമ്മുടെ സ്പോട്ടിലേക്ക്, അവിനാശിയിലേക്ക്. 8 മാസം കഴിഞ്ഞു 8 മാസം കഴിഞ്ഞ് വണ്ടി പുറത്തേക്ക് എടുത്ത കേട്ടോ. ആ സന്തോഷം കണ്ട മുഖത്ത്. അപ്പോൾ പോവാം, നമുക്ക് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ അധികം നേരം നിന്നാൽ നമ്മുടെ സമയം പോവും. അപ്പോൾ ലെറ്റ്സ് ഗോ. സോ മഴ കുട മഴ വന്നാൽ എൻ്റെ കുട. അങ്ങനെ നമ്മൾ പിന്നെയും ഒരു റെയിൻ റൈഡ് അല്ലേ. മൺസൂണിൽ പിന്നെ എപ്പോഴും മൺസൂൺ റൈഡ് തന്നെ ആയിരിക്കാം. എന്തോ പറ്റിയിട്ടോ ഗോപ്രോ എനിക്ക് തോന്നുന്നു മര്യാദയ്ക്ക് വർക്ക് ആവുന്നില്ല. എന്തായാലും മഴ തുടങ്ങിയിട്ടുണ്ട്, നല്ല രസമുണ്ട്, ഓടിക്കാനൊക്കെ വൈബാണ്, കൊള്ളാം, നല്ല മൂടാണ്. പക്ഷെ ഗോപ്രോ ചതിക്കുമെന്ന് മിക്കവാറും. എന്തെങ്കിലുമൊക്കെ നല്ലത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോകണമല്ലോ. ഇപ്പോൾ കണ്ടോ അതെ, ടെമ്പറേച്ചർ ക്ലൈമറ്റ് മാറിയുണ്ട് എന്ത് പെട്ടെന്നാണ്. ഇപ്പോൾ ഇവിടെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടായി. മഴയൊക്കെ പോയി, ചൂട് കൂടി പെട്ടെന്നാട്ടാ പറയാം. റെയിൻ ലൈനറൊക്കെ ഇട്ടിട്ടുണ്ട്, ചൂട് ഇരട്ടി ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങളപ്പോൾ ഇവിടെ കോയമ്പത്തൂർ എത്തിയില്ല. ഞങ്ങളുടെ ഒരു ചെറിയൊരു ചായ ഷോപ്പിൽ നിർത്തി. അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ജഗത് ഭായൊക്കെ ഫുൾ നനഞ്ഞ് കുളിച്ച് ഷൂ ഒക്കെ ഉണക്കാൻ വെച്ചേക്കുവാണിത്. അവസ്ഥ നോക്കി. ഓ തിരിച്ച് റെക്കോർഡ് ചെയ്യാം കേട്ടോ, പേടിപ്പിക്കാം. ക്യാമറ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കരുത്. നമ്മുടെ റഫീഖ് ഭായും നിരഞ്ജൻ. അപ്പോൾ നമ്മളുടെ നമ്മുടെ ആശാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങോട്ട് പോയിട്ടുണ്ട്, ഹോപ്പ്ഫുള്ളി ഇതുവഴി വരും. നോക്കൂ ആരാ വന്നിരിക്കുന്നതെന്ന്. ആശാനും ജോയും ആട്ടോ. ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇതാണ് നമ്മുടെ മീറ്റപ്പ് സ്പോട്ട്. ഇവർ രണ്ടുപേരാണ് നമ്മൾ കാത്തിരുന്നത്. യെസ്, അപ്പോൾ അതെ എല്ലാവരും എത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഇവിടെ ഞങ്ങൾ ജസ്റ്റ് റെസ്റ്റ് ചെയ്താണ്. നമ്മളിവിടെ നിന്ന് നമ്മൾ പോയി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറുന്നു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി പോകാറുണ്ട്. ഇവിടെ ഹൈവേ സൈഡിൽ കുറേ ഉണ്ടാവും. പിന്നെ ഇത് സർവീസ് റോഡിലാണ്. സർവീസ് റോഡിൽ എന്തെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റും കടകളും കാര്യങ്ങളും കാണാണ്. അങ്ങോട്ട് വേണോ? ഇവർക്ക് ഇത് കണ്ടോട്ടെ, ഇനി അടി ഇടിക്കണ സീൻസാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. റഫീഖ് ഭായ് നൈസായിട്ട് അപ്പുറത്തോടെ കൊണ്ടുപോയി. ജസ്റ്റ് ആശാനൊക്കെ ജസ്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ അക്രമ പരിപാടികളെല്ലാം തുടങ്ങാൻ പോണത്. ഓപ്പണാ ഫുഡ്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. അതൊന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ജോയുടെ 675 R8 അല്ലേ, നമ്മുടെ രജീഷിൻ്റെ ഉണ്ടായി. കുറച്ച് ഓടിച്ചുള്ളൂ ഞാനതൊന്ന്. എനിക്ക് നല്ല ഹൈവേ ഒന്നും കിട്ടില്ല.
ഇവിടെ പിന്നെ അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ പൊളിക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ. അപ്പോൾ ലെറ്റ്സ് ഫീൽ ദ പവർ ഓഫ് ദ 3 ഇൻലൈൻ 3 ട്രയംഫിൻ്റെ 3 സിലിണ്ടർ സൗണ്ട്. Let's see what this can do. മോനെ സ്പീഡൊന്നും കയറണ അറിയാനുള്ള കേട്ടോ. ഈശ്വര ഓ മാൻ, വാട്ടർ റോഡ് ഒരു രക്ഷയിലാണ് അവൻ. ആ സൗണ്ട്, ആ പഴയ ഇൻലൈൻ 3 ട്രയംഫിൻ്റെ ആ ഒരു വിസിലിംഗ് സൗണ്ട് ഉണ്ടല്ലോ, അത് നല്ല രീതി കേൾക്കാം കേട്ടോ. ഇതിൽ ട്രയംഫിൽ നിന്ന് മിസ് ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ ആ സാധനം. മോനെ എനിക്ക് മീറ്ററിലേക്ക് നോക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ മര്യാദയ്ക്ക്. കാര്യ സാധനം. ഓ ഇതെന്ത് പുതിയ ബീറ്റിൽ. ഓ എനിക്ക് തോന്നുന്നു ഇത് ലാസ്റ്റ് ഇറങ്ങിയ ബീറ്റിലാണ് തോന്നുന്നത്. ഇത് അവസാനം ഇറങ്ങിയ ബീറ്റിലാണ് ഇത്. അതാണ് ആ ടെയിൽ ലാമ്പൊക്കെ അത്ര വ്യത്യാസം എന്ന് തോന്നുന്നു. അടി ഇടിക്കൽ ഭയങ്കര പ്രശ്നമാണ്. ലോറിക്കാരാ നെഞ്ചത്തേക്ക് ഏറ്റോ യൂട്ടേൺ എടുക്കാനായിരിക്കും. സസ്പെൻഷൻ അത്യാവശ്യം ഹാർഡാണ്, എടുത്ത് എറിയണം കേട്ടോ. പക്ഷേ 790യുടെ അത്രയും അഗ്രസീവ് പവർ ഡെലിവറി അല്ലേ എനിക്ക് ഫീൽ ചെയ്യണേ. ഇത് ഭയങ്കര കുറച്ച് RPM കയറണം കേട്ടോ, എന്നാലേ നമ്മളെ പേടിപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പേടിപ്പിക്കണില്ല, പക്ഷെ നല്ല ഹൈ RPMൽ ആ സ്പീഡ് കയറി പോകുമ്പോൾ ഭയങ്കര സീനാണ്. ഇതിൽ കുറേ നേരം ഓടിച്ചാൽ എനിക്കറിയില്ല എന്തായിരിക്കും നടുവിൻ്റെ അവസ്ഥ എന്ന്. ഇതൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കണവരെ നമ്മൾ സമ്മതിക്കണം എന്തായാലും. ഓ മറ്റേ ടീംസാന്ന് തോന്നുന്നു കേട്ടോ ഇവർ. കേരളം മൊത്തം തെണ്ടി നടന്ന് നല്ല കൂതറ റോഡിൽ കൂടെ ഓടിച്ച് വന്നിട്ടും നല്ല റോഡ് കിട്ടിയപ്പോൾ നല്ലൊരു സമാധാനം കേട്ടോ. എൻ്റെ ആ പഴയ കൺസോളൊക്കെ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടം കേട്ടോ. ആ ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ സെറ്റപ്പ്. ആ RPM ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് മീറ്ററിലേക്ക് നോക്കാൻ പറ്റിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ആ ബ്ലൂ സാധനം ഇങ്ങനെ കത്തണത്. അത് ഭയങ്കര രസമാണ് സാധനം. ഓ ടണൽ എഫക്റ്റ്. ചെറിയൊരു റൈഡ് അവസാനിച്ചിരിക്കുന്നു. കൈയൊക്കെ വേദന ഒക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനാണ് കൈ. വാട്ടർ മെഷീൻ പൊളി സാധനം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതാണ് കുറേ നേരം ഓടിക്കാൻ എനിക്ക് തോന്നാനുള്ള വലിയ സുഖം ഉണ്ടാവും. മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടുള്ള ചെളിയാട്ടോ, എന്താ സുഖം, ഇരിപ്പ് കണ്ട എന്തോ വലിയ തള്ളൊക്കെ തള്ളണം. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? നമ്മുടെ ജഗത്തേട്ടൻ്റെ വണ്ടി എടുക്കുക കേട്ടോ. എമ്പുരാൻ എന്നാണ് ജഗത്തേട്ടൻ ഈ വണ്ടീനെ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിങ് ദ ബോക്സർ എൻജിൻ ഫ്രം BMW കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ലെറ്റ് സ്റ്റാർട്ട് ഹിം അപ്പ്. റോ പവർ, നോ മോഡ്സ്, നത്തിങ്, ഒന്നുമില്ല. ഫുള്ളി അനലോഗ് ആണ് ആ ഒരു നമുക്ക് ടാക്കോമീറ്ററും. ഓ ഫുൾ ഇളകിയിട്ട് നമ്മൾ നേരത്തെ ആശാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. അത് തന്നെ കേട്ടോ എനിക്ക് ഇപ്പോഴും തോന്നിയേ. അടിപൊളി. C900 ഭയങ്കര വേറെ ഒരു ഫീലാട്ടോ ഈ വണ്ടി, വേറെ ഒരു ഫീലാണ്, ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. ആ സെയിം നമ്മൾ കണ്ടേക്കണ ആ GSൻ്റെ അതേ എഞ്ചിനാട്ടോ വണ്ടിക്ക്.
ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു ബൈക്ക് എന്നുള്ള രീതിയിൽ ഒരു എഞ്ചിൻ, നോർമൽ ഓടിച്ചേക്കുന്ന എഞ്ചിനിൽ ബോക്സർ എഞ്ചിൻ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് ഞാൻ പറഞ്ഞു സ്റ്റോക്ക് അക്രയുടെ എക്സോസ്റ്റാണ് ഇതിന് വെച്ചേക്കണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. വണ്ടി നല്ല രസമുണ്ട് കേട്ടോ. ഇത്ര ഇതായിട്ട് ഇരിക്കണമെങ്കിലും ഇത്ര ഓപ്പൺ ആയിട്ട് ഇരുന്നാലും നമുക്കൊരു എനിക്ക് തോന്നുന്നു 120 140 ഈസി ആയിട്ട് ക്രൂസ് ചെയ്യേണ്ട ജഗത്തേട്ടൻ നേരത്തെ ഞങ്ങളുടെ ഒപ്പം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്പീഡ്സൊക്കെ ഇതിന് വളരെ രസകരമായ സ്പീഡ്സ് ആയിരിക്കും. ഞാൻ ഓടിച്ചേക്കണ വണ്ടികളിലേക്കായിട്ടും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് വൈബാണ് വണ്ടി. പവറിലല്ല, വണ്ടി നല്ല രീതിയിൽ വലിച്ചെടുത്ത് നമുക്ക് പോകുന്നുണ്ട് കേട്ടോ നമ്മളെ. കണ്ടോ ആ ലോൻ്റെ അടിപൊളിയാണ്, ലോൻ്റെ ഓ പോയി. കണ്ടോ ഈ ഒരു സ്പീഡിലൊക്കെ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാം, ഒരു കുഴപ്പമില്ല. വണ്ടി ഭയങ്കര സുഖം. GS-ൻ്റെ അത്രയും പവർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, ബട്ട് സ്റ്റിൽ ഏകദേശം ഒരു 116 bhp എന്തോ പ്രൊഡ്യൂസ് ചെയ്യേണ്ട വണ്ടി. നോർമൽ നമുക്ക് ഡ്രൈവ് ടൈപ്പ് എന്ന് വെച്ചാൽ ഇതൊരു ഷാഫ്റ്റ് ഡ്രിവൺ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ റിയർ സസ്പെൻഷൻ സെറ്റപ്പൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഭയങ്കര വ്യത്യാസമുണ്ട്. ആ ഒരു ബോക്സർ എഞ്ചിൻ വന്ന വണ്ടികളുടെയൊക്കെ സസ്പെൻഷനൊക്കെ ഭയങ്കര ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വൈബാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് സാധാരണ നോർമൽ വണ്ടികൾ ഓടിച്ചാൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടില്ലടാ. ഈ ഒരു ഫീൽ എനിക്ക് ഇതുവരെ ഒരു വണ്ടിയിൽ നിന്നും കിട്ടിയിട്ടില്ല ഓടിച്ചപ്പോഴത്തേക്കും. ആദ്യമായിട്ട് ഒരു BMW ബോക്സർ എഞ്ചിൻ ഞാൻ ഓടിക്കണേ അത് നമ്മുടെ ജഗത്തേൻ്റെ വണ്ടിയിൽ തന്നെ കേട്ടോ. ഇത് ഭയങ്കര കസ്റ്റമൈസ് ചെയ്തിറക്കാൻ പറ്റിയ BMW ഒരു വേരിയൻ്റ് ആട്ടോ ഈ R90 എന്ന് വെച്ചാൽ. കുറേ ചെറിയ കസ്റ്റമൈസേഷൻസ് ഉണ്ട്. ആ ചെറിയ കസ്റ്റമൈസേഷൻസിന് വരെ നല്ല റേറ്റാണ്. പക്ഷേ ഓരോ ചെറിയ പാർട്ട് വരെ നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ R90 ആ ഒരു വേരിയൻസിലുള്ളൊരു ഗുണം. കുറേ പാർട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ചെറിയ കളറിങ്, ലോഗോ, ബാഡ്ജിങ്, പിന്നെ നമ്മുടെ മീറ്ററിൻ്റെ പിന്നെ ഇതിൻ്റെ കളറ്, നമ്മുടെ ലിവേഴ്സിൻ്റെ കളർ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. BMW വെബ്സൈറ്റിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മേക്ക് യുവർ ഓൺ ബൈക്ക് എന്നുള്ളൊരു സാധനം. നമ്മൾ കൈ എടുക്കുമ്പോഴത്തേക്കും വണ്ടിയിൽ നിന്ന് നമുക്കൊരു സാധനം വരും കേട്ടോ, ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇളകണേ. അതെനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം ആ സാധനം. അത് വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് ടണൽ എഫക്റ്റ്. വണ്ടി ഇങ്ങനെ അങ്ങ് എന്താണോ സംഭവം, ഇത് ഭയങ്കര സെറ്റപ്പ് തന്നെ കേട്ടോ, ഭയങ്കര സംഭവം തന്നെ ഇത്. അപ്പോൾ നമുക്ക് തിരിച്ച് അവിടെ ചെന്നിട്ട് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ വണ്ടികളൊക്കെ ഓടിച്ചു, കൊള്ളാം. അങ്ങനെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിങ് എ BMW ആൻഡ് ഇറ്റ്സ് എന്തോ വെറൈറ്റി ഫീലാട്ടോ. ജസ്റ്റ് ആശാൻ്റെ വണ്ടിയും കൂടെ ഒന്ന് ഓടിച്ചേക്കാം അല്ലേ, എന്തായാലും വന്നതല്ലേ, നമുക്ക് ഇതും കൂടെ ഓടിച്ചേക്കാം. ആശാൻ്റെ CBR. ശരി ആശാൻ ഓടിച്ചിട്ട് വരൂ, നമുക്ക് കാണാം. അപ്പോൾ കണ്ടില്ലേ, അതായിരുന്നു നമ്മുടെ മോർണിംഗ് റൈഡല്ലേ, ചെറിയൊരു ഷോർട്ട് റൈഡായിരുന്നു. ഞാനപ്പോൾ ആശാൻ്റെ വണ്ടിയിട്ട് നമുക്ക് വ്ളോഗ് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചുമ്മാ വന്നാട്ടോ, ഒരു സൺഡേ മോർണിംഗ് റൈഡല്ലേ. നമ്മുടെ നാട്ടിൽ നിന്ന് മര്യാദക്കുള്ള റോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഈശ്വര B4 ആട്ടോ പോയത്, ഞാൻ ഒന്ന് പേടിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ റോഡൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് ഇവിടം വരെയൊക്കെ വരേണ്ടി വന്നു അല്ലേ, ഒന്ന് വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അടിപൊളി ദിവസമായിരുന്നു. ഇനി ഇവിടെ മഴയില്ല, ഇനി നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ ആവും. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ, ബെല്ലൈക്കൻ ഞെക്കാം. അടുത്ത വീഡിയോ ബെല്ലിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം, മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. ബിരിയാണി കഴിക്കാനിപ്പോൾ എഴുന്നേക്കാൻ സമയം. വ്ളോഗിന്റെ അവസാനം വരരുത് കേട്ടാ. എന്താ വ്ളോഗിന്റെ അവസാനം വരരുതെന്നാ. സൂപ്പർ റൈഡാണ്. മല്ലമ്മ പിത്ത 30 സെക്കൻഡ് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓഫായി പോകണം. എന്താണോ